സീസണിൽ തുടർച്ചയായ നാലാമത്തെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പഞ്ചാബ് കിങ്സിനോട് അവരുടെ തട്ടകത്തിൽ 18 റൺസിന്റെ തോൽവിയാണ് ചെന്നൈക്ക് നേരിടേണ്ടി വന്നത്. പഞ്ചാബ് നൽകിയ 220 റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ചെന്നൈ പൊരുതിയെങ്കിലും 5 വിക്കറ്റിന് 201 റൺസുമായി കളി അവസാനിപ്പിക്കുകയായിരുന്നു. ചെന്നൈയുടെ ഈ പരാജയത്തിന് കാരണക്കാരൻ നായകൻ ഋതുരാജ് ഗെയ്ക്വാദാണെന്ന് പറയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ടീമിനെ മറ്റൊരു തോൽവിയിലേക്ക് തള്ളിയിട്ടത്. പഞ്ചാബിനെ ജയിപ്പിക്കാൻ ഋതുരാജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദ് കുറെ കൂടി മികവ് പുലർത്തിയിരുന്നുവെങ്കിൽ പഞ്ചാബ് കിങ്സിന് ഒരിക്കലും 6 വിക്കറ്റിന് 219 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്താൻ സാധിക്കില്ലായിരുന്നു. കാരണം ഒരു സമയത്ത് പഞ്ചാബ് 5 വിക്കറ്റിന് 83 റൺസിലേക്ക് തകർന്നിരുന്നു. അവിടെ നിന്നാണ് വെറും 1 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 219 റൺസ് വരെ എത്തിയത്. 8ാം ഓവറിൽ തന്നെ പഞ്ചാബ് 5 വിക്കറ്റിന് 83 റൺസിലേക്ക് വീണിരുന്നു. ഈ സമയത്ത് തന്റെ മികച്ച ബോളർമാരെ കൊണ്ടുവന്ന പഞ്ചാബിനെ വരിഞ്ഞു കെട്ടുകയായിരുന്നു ഋതുരാജ് ചെയ്യേണ്ടിയിരുന്നത്. ഈ സീസണിലെ ഇതുവരെയുള്ള പ്രകടനം പരിഗണിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ നൂർ അഹമ്മദാണ് CSKയുടെ ബെസ്റ്റ് ബോളർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉടൻ ബൗളിംഗിൽ പരീക്ഷിക്കണമായിരുന്നു. പക്ഷെ 11ാം ഓവർ വരെ നൂറിനെ ഋതുരാജ് വൈകിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ആദ്യ 2 ഓവറിൽ 12 റൺസ് മാത്രം വിട്ടുകൊടുത്ത രവീന്ദ്ര ജഡേജയെ 9ാം ഓവറിന് ശേഷം അദ്ദേഹം പിൻവലിച്ചതും ആന മണ്ടത്തരമായി മാറി.